ഊഷരമാകുന്നു ഭൂമി, പെസവിക്ക് തളച്ച് മറയുന്നു. എന്ത് കാരണം? എന്തൊരു ചൂടാ, സൂര്യാഘാതങ്ങൾ ഏൽക്കുന്നു എന്നൊക്കെ പറയും. എന്ത് കാരണം? കാരണം ഇല്ലാതെ കാര്യം ഇല്ല. ജഗത് കാരണം, ജഗത്തിന് കാരണമാരാ? ഭഗവാനാണ്. 14 ലോകങ്ങൾക്കും സൃഷ്ടി ഇല്ലാത്തതായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതായ ഭഗവാൻ എന്താണ്? കാര്യമില്ലാതെ കാരണം നടക്കില്ല. കാര്യകാരണ സഹിതം ആണ് എല്ലാം. ഒരു കാര്യം ഒരു കാരണം. എന്തുകൊണ്ടാണ് കാരണം? നല്ല ചൂട് എന്ന് പറയാൻ സാധിക്കാത്ത, ഞാൻ നല്ല ചൂടെന്നാണ് പറയുന്നത്. എന്തൊരു ചൂടെന്നല്ല പറയാം, നല്ല ചൂട് എന്ന് പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ആവാസ വ്യവസ്ഥകളെ സംരക്ഷിക്കപ്പെടുന്നു. ആവാസ വ്യവസ്ഥകളെ സംരക്ഷിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്നതായ ഒരു സമൂഹം ഭാരതത്തിലുണ്ടായിരുന്നു, ലോകത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. ഉള്ള ആവാസ വ്യവസ്ഥകളൊക്കെ വെട്ടിപ്പറിച്ച് സർപ്പക്കാവുകളൊക്കെ ഷീറ്റ് ഇട്ട് ആ സർപ്പക്കാവിലൊക്കെ മുകളിൽ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ഒരു ഫങ്ഷന് പോയി എന്ന് വിചാരിക്കാം, ഒരു ഭജനയ്ക്ക് പോയി, കേൾക്കാൻ പോയി, ഒരു രക്ഷയില്ല. കാരണം ഹാലജൻ ലൈറ്റുകൾ കൊണ്ട് മുഴുവനും മുഖത്തേക്ക്. പണ്ട് കഥകളി നടത്തിയിരുന്ന ലൈറ്റുകൾ കൂടെയല്ല, നല്ല ഒന്നാന്തരം നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് കഴിയുമ്പോൾ നല്ല തണുപ്പാണ്. ഇപ്പോഴും കഥകളി കാണാൻ പോയാലോ ഹാലജൻ ലൈറ്റുകളാണ് കംപ്ലീറ്റ്. എന്നിട്ട് പറയും അത് പകുതി LED അതിനുമേനി സ്വാമി, അതിന് ചൂടില്ല എന്ന് പറയും. അപ്പം ഈ ചൂട് വർദ്ധിപ്പിക്കുന്നതായ എല്ലാത്തിനും കാരണം മനുഷ്യനാണെന്നർത്ഥം. അപ്പോൾ നല്ല ചൂട് എന്ന് പറയാൻ സാധിക്കുമ്പോൾ മാത്രമേ എന്തായിത്തീരുള്ളൂ? ആ ചൂടിനോട് നമുക്ക് ബഹുമാനം കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സ്നേഹമസൃണമായി ലോകത്തെ മുഴുവനും സ്നേഹിച്ചിരുന്നതായ, ലോകത്തെ മുഴുവൻ സ്നേഹിച്ചിരുന്നതായ ഒരു സന്യാസി വര്യന്മാരടക്കം സമൂഹമുണ്ടായിരുന്നു എന്നർത്ഥം. എൻ്റെ ചേട്ടൻ ഇന്ന് വരെ ഫാനിട്ടിട്ടില്ല, ജീവിതത്തിൽ ഫാനിട്ട് ഉപയോഗിച്ചിട്ടില്ല. അത് ആ ശരീരവുമായിട്ട് അദ്ദേഹം പ്രകാശിച്ചിട്ട് അത് ശരീരവുമായിട്ട് പൊരുത്തപ്പെട്ടു. അപ്പം പൊരുത്തപ്പെടാൻ സാധിക്കാത്ത എന്തുകൊണ്ടാണ്? അത് അവനവൻ്റെ ഉപബോധ മനസ്സിൽ തന്നെ അറിയാം. പൊരുത്തപ്പെടാൻ സാധിക്കാത്തതിൻ്റെ കാരണം ഞാൻ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. സർപ്പക്കാവുകൾ ഭംഗിയായ രീതിയിൽ തന്നെ സംരക്ഷിക്കപ്പെടണം. ക്ഷതാതത്രായത് ഈ ക്ഷേത്രങ്ങളായി വളർന്നതായ കുടിയിരുത്ത് പ്രദേശമൊക്കെ ഉണ്ടായിരിക്കാം. അതും നിരവധി ചെടികൾ വെച്ച് പിടിപ്പിക്കണം. അങ്ങനെ ഹരിതകത്തെ നിലനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ആവാസ വ്യവസ്ഥ. ആ ആവാസ വ്യവസ്ഥയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ യാഗങ്ങൾ നടക്കൂ. പാഞ്ഞാളർ കോർ സ്ഥലത്ത് യാഗങ്ങൾ നടക്കുന്നു. എന്തിനാണ് യാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ. അഗ്നേരാവാഭ്യ പൃഥിവ്യ ഓഷധഭ്യോന്നം. യാഗം ചെയ്താലാണ് മറുപടിയുള്ളൂ. എൻ്റെ അനിയൻ ഡോക്ടർ സുനന്ദൻ നമ്പൂതിരി പൊങ്കാല അടുപ്പൊക്കെ കത്തിച്ചു കൊണ്ടുവന്ന് അവിടെ കോയമ്പത്തൂർ നടത്തിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ആവാസ വ്യവസ്ഥകളെ നിലനിർത്തണമെങ്കിൽ ഊഷരമായ ഭൂമിയെ കുളിരണിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മഴ പെയ്യണം. മഴ വേണമെങ്കിൽ യാഗങ്ങൾ നടന്നേ പറ്റൂ. ഗണപതി ഹോമങ്ങൾ നടക്കണം, മൃത്യുഞ്ജോമങ്ങൾ നടക്കണം, ഹോമങ്ങൾ എല്ലാം നടക്കണം. അങ്ങനെ ഹോമങ്ങൾ നടക്കുമ്പോൾ മുകളിൽ ഒരു പ്ലേറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റിലേക്ക് എന്ത് സംഭവിക്കുന്നു? അവിടെ തീ ജ്വലിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ അവിടെ ജലകണികകൾ ഉണ്ടാവുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഹ്യൂമിഡിറ്റി ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പാണ് മഴ പെയ്യേണ്ടതാണ്. ഈ ഹ്യൂമിഡിറ്റി നിലനിന്നുകൊണ്ട് തന്നെ മഴ പെയ്യാത്തതിന് കാരണം സ്വന്തം ഒരു ചാൻ വഴിക്ക് വേണ്ടിയിട്ട് അനിയനെതിരെ കേസ് കൊടുക്കുന്നു, ചേട്ടനെതിരെ കേസ് കൊടുക്കുന്നു, ഭാര്യ ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നു, ഭാര്യ വീട്ടുകാരെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കേസ് കൊടുക്കുന്നു. എൻ്റെ ഭാര്യയുടെ സ്ഥലത്തിൻ്റെ ഇതനുസരിച്ച് എനിക്ക് വിഹിതം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഭാര്യ വീട്ടുകാരെ കേസ് കൊടുക്കുന്നു. എന്നും കേസും മറ്റും വഴക്കും ഇതെല്ലാം. അപ്പോൾ എല്ലാ കേസുകളും എത്തുന്നത് എവിടെയാണ്? ഒറ്റ ചൈതന്യമായ ഈശ്വരനിൽ തന്നെയാണ്. അല്ല, എല്ലാ കേസുകൾക്കും അവിടെ പരിഹാരമുണ്ട്. കേസുകൾ ഉണ്ടാക്കുന്നത് ഭഗവാനല്ല, കേസുകൾ ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ്. അങ്ങനെ ആവാസ വ്യവസ്ഥകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ട്രഡീഷണലായിട്ട് രീതിയിലുള്ളതായ കല്ല് വിരിച്ചിട്ടുണ്ട് തലപ്പുഞ്ഞ മഹാദേവ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ പുതിയ രീതിയിലുള്ള ടൈല് വിരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് ടൈല് വിരിച്ചില്ല എന്ന് ചോദിച്ചാൽ അത് തെന്നി വീണ് കഴിഞ്ഞാൽ ആർക്ക് ഉത്തരവാദിത്വം?
അപ്പോൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലടക്കം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരമല്ലാതെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്രത്തിൻ്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ടൈലുകൾ വിരിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുത്തി പൊളിച്ച് കളിയുക. കാരണം അവിടെ കയറി കഴിഞ്ഞാൽ തന്ത്രി മേശാന്തി തെന്നി വീഴും ഉറപ്പാണ്. കല്ല് വിരിച്ചതായ അകത്ത് തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൻ്റെ അകത്ത് കല്ലാണ്, അകത്ത് വിരിച്ചിരിക്കുന്ന കല്ലാണ്. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അവിടെ തളിച്ചാൽ മാത്രം മതി, പൂ ഇടുപോലും വേണ്ട നേദ്യം വയ്ക്കാൻ. അപ്പോൾ ലോകത്തിൽ പല ക്ഷേത്രങ്ങളും അപൂർവ ക്ഷേത്രങ്ങളിലൊന്നായ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിൽ നമുക്കറിയാം ഒരേ പാർവ്വതത്തിന് പാർവതീദേവിയും സ്വീകരിക്കുന്നതായ ഒരു അവസ്ഥ, പ്രാണാഹുതി സ്വീകരിക്കുന്നതായ അവസ്ഥ. അപ്പോൾ അകത്ത് കല്ല് വിരിച്ച ക്ഷേത്രങ്ങൾ പലതും ആ ക്ഷേത്രത്തിനകത്ത് അതിൻ്റെ മുകളിൽ ടൈൽസ് വിരിച്ചു. അപ്പോൾ എന്തായി, രണ്ടുപേരിൽ അളവ് വ്യത്യാസം വന്നു, ആകെ പ്രശ്നമാണ്. ആ ജീവനക്കാർ ആദ്യം അടിച്ചു കളിച്ചില്ല, നേദ്യം ഞങ്ങളെ എത്തുന്നതിനും നടന്നു വിളക്കൊളുത്തിയിൽ അടിച്ചു കളിച്ചില്ല, എന്തൊക്കെ പരാതി അവരോ. ഈ അടിയുടെ മെയിൻ കാരണം എന്താ പറയുക, തന്ത്രിയുടെയും വാസ്തുശാസ്ത്രപ്രകാരമുള്ളതായ നിർദ്ദേശപ്രകാരമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതായ നടപടിക്രമങ്ങൾ മുഴുവനും ഉള്ള പ്രശ്നം. അപ്പോൾ ആദ്യം വേണ്ടത് ഇതല്ല, നേരത്തെ ഉള്ളതായ ചാർത്തുകളടക്കം അതിൻ്റെ പരിഹാരക്രിയകൾ നടത്തിയതിന് ശേഷം അകത്തുള്ളതായ എങ്ങനെയാണോ പഴയ രീതിയിലുള്ളതായ എങ്ങനെയാണോ മേശാന്തിക്കും അതുപോലെ തന്നെ തന്ത്രിമാർക്കും ഇരിക്കാൻ പാകത്തുള്ള പഴയ കല്ലുവിരിക്കലടക്കം നല്ല സ്വസ്ഥമായ രീതിയിൽ തണുപ്പടിച്ചുകൊണ്ട് അവിടെ സമശീതോഷ്ണം, അതാണ് ശ്രീകോവിലിൻ്റെ പ്രത്യേകത. വിളക്ക് വെച്ച് ദീപാരാധനയൊക്കെ കഴിക്കുമ്പോൾ പൂജയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. അല്ല, സമശീതോഷ്ണമാണ് എല്ലാ ശ്രീകോവിലുകളും. അത് ഭഗവാന്റെ മുഖം തന്നെയാണ്, ഭഗവാന്റെ മുഖം തന്നെയാണ് ശ്രീകോവിൽ എന്ന് പറയാൻ. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ശാസ്ത്രപ്രകാരമില്ലാതെ എന്തെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാറ്റി എത്രയും പെട്ടെന്ന് കുത്തി പൊളിക്കുക, പഴയ കല്ല് തന്നെയാക്കുക. അങ്ങനെ ക്ഷേത്രങ്ങളിൽ വരാവുന്നവർക്ക് കാല് തട്ടാതെ സ്നേഹത്തോടു കൂടി തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ തലപ്പുഞ്ച മഹാദേവ ക്ഷേത്രത്തിലും എല്ലാവർക്കും നടക്കാൻ രീതിയിൽ നമ്മൾ കല്ല് വിരിക്കൽ നടത്തിയിട്ടുണ്ട്. 10% പൈസ മാത്രമേ പിരിച്ചു കിട്ടിയുള്ളൂ, ബാക്കി പൈസ കിട്ടാറുണ്ട്. അപ്പോൾ കാല് തട്ടി അല്ലെങ്കിൽ ഉറുമ്പ് കടിച്ചു അല്ലെങ്കിൽ മറ്റേ രീതിയിലുള്ളതായ എന്തെങ്കിലും രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാനായിട്ട് സാഹചര്യം ഉണ്ടാക്കി ആ സാഹചര്യത്തെ പരിപൂർണമായിട്ട് മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നാട്ടുകാരുടെ തന്നെ കർത്തവ്യമാണ്. അവനവൻ്റെ കർത്തവ്യങ്ങളെ മറന്നുകൊണ്ട് പുഴകളെ സംരക്ഷിക്കാണ്ട് തോടുകളെ മലിനമാക്കുന്നതായ ഒരു അവസ്ഥ, പുഴകളെ മലിനമാക്കുന്ന രാസവസ്തുക്കൾ ഒഴുക്കുന്നതായ ഒരവസ്ഥയെ ചിത്രീകരിക്കുന്നതായ കാളിയമർദ്ദനം അതിലെ കല ആദ്യം നടത്താം. അങ്ങനെ പുഴകളെയും തോടുകളെയും കുളങ്ങളെയും ഒക്കെ സംരക്ഷിക്കപ്പെടാതിരിക്കുന്നവരുടെ തലയിൽ നൃത്തം ചെയ്യാനായിക്കൊണ്ട് കാളിയൻ എന്നുള്ള സങ്കല്പത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുമ്പോൾ അഖില കല ആദിഗുരു നനർത്ത, ഭഗവാനും അഖില ആദിഗുരു നനർത്ത അയ്യോണറിലൊക്കെ ഏവം അയവച്ചു എന്നുള്ള അക്ഷരസമാനായത്തോടു കൂടി തന്നെ ഭഗവാൻ അവിടെ നമുക്കറിയാം ഇന്ദികേശ്വരൻ്റെ പുറത്ത് ആദ്യം നാട്യശാസ്ത്രം അരങ്ങേറിയെങ്കിൽ ഭഗവാനും നനർത്ത സ്നേഹസ്വരൂപമായിക്കൊണ്ട് ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ ഭഗവാൻ അറിയാതെയാണെങ്കിലും ഒരു പാദം പതുക്കെ പ്രസ് ചെയ്താൽ മതി. അദ്ദേഹം മനസ്സില്ല ബുദ്ധി വിചാരിച്ചുകൊണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയൊഴുക്കം ഉണ്ടാവും. ഭൂമിയൊഴുക്കം ഇല്ലാതെ തന്നെ നക്ഷത്രങ്ങൾ തമ്മിൽ സഞ്ചരിക്കുന്നതായ ഉൽക്കകൾ അങ്ങനെ പല 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 ഭൂമി അടക്കം കറക്റ്റ് അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യസമയത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർ നമ്മൾ കൂട്ടിമുട്ടുന്നില്ല? ഭഗവാന്റെ ഓർഡറാണത്. ഇത് കൃത്യം സമയത്ത് ഉദിച്ചോണം, കൃത്യസമയത്ത് അസ്തമിച്ചോണം, കൃത്യസമയത്ത് സഞ്ചരിച്ചോണം, കൃത്യസമയത്ത് ഉണ്ടായിരിക്കണം. മേടപ്പുലരി സൂര്യൻ്റെ യാത്ര ഇന്നൊക്കെ നമുക്ക് നോക്കിയറിയാം. നേരെ ബിംബത്തിലേക്ക് സൂര്യൻ്റെ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ക്ഷേത്രങ്ങളും നോക്കിക്കോളൂ. മേടപ്പുലരി മേടപ്പത്തോടുകൂടി കൃത്യം നടുക്ക് ഭഗവാന്റെ ഏത് കിഴക്കോട്ട് ദർശനമുള്ള ഏത് ക്ഷേത്രം എടുത്തു നോക്കിയാലും, പടിഞ്ഞാട്ട് ദർശനമുള്ള ഏത് ക്ഷേത്രം എടുത്തു നോക്കിയാലും വൈകുന്നേരങ്ങളിലും കൃത്യം ഭഗവാന്റെ നടുക്ക് ഭഗവാന് സൂര്യഭഗവാൻ നമിക്കുന്നതായിട്ട് കാണാം. ആ സൂര്യഭഗവാനോട് നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. ഭൂഷണമായി കിടക്കുന്ന ഭൂമിയെ കുളിരണിക്കാനും കൊണ്ട് ആനന്ദ നൃത്തമാടിച്ചുകൊണ്ട് മഴ പെയ്യാനായിക്കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നമഃശിവായ. പാർവതീശ പാപനാശനാഹരേ.